ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഫുക്കറ്റിലെ സെക്കൻഡ് ഡേയിലാണ് ഇപ്പോൾ ഉള്ളത്. സെക്കൻഡ് ഡേ നമ്മൾ ആക്ച്വലി ഫുക്കറ്റിൽ വരുന്ന കൂടുതൽ ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ഫിഫി ഐലൻഡ് ഉണ്ട്. ഫിഫി ഐലൻഡിലുള്ള ടൂറാണ് കൂടുതൽ ആൾക്കാർ എപ്പോഴും പ്രതീക്ഷിച്ചിട്ട് ഫുക്കറ്റിലോട്ട് വരുന്നത്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിഫി ഐലൻഡ് ആണ്. നമ്മളും അത് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ മോർണിംഗ് 9 o'clock ഇറങ്ങിയിട്ട് നമ്മളിവിടുത്തെ ട്രാവൽസിൽ നോക്കിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത് മുന്നേ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണെന്ന്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ദിവസം തന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നേ കൂട്ടി നമ്മൾ ബുക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്ലാൻ വേണമെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം എന്താണെന്ന് പോലും അറിയത്തില്ല. പ്ലാൻ ഒന്നും നമുക്കത് പറ്റാത്തൊരു കാര്യമാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് ഇന്ന് എന്തായാലും ഇന്നത്തെ പ്ലാനൊക്കെ ഫ്ലോപ്പായ സ്ഥിതിക്ക് ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു റെൻറ്റിന്. ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പട്ടായയിൽ 300 ബാത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 250 ബാത്ത് കൊടുത്താൽ മതി. പിന്നെ വെറൈറ്റീസ് ഓഫ് ബൈക്ക് ഉണ്ട്, ഓരോ ടൈപ്പ് ഉണ്ട്. സോ നമ്മൾ ആക്റ്റീവയാണ് എടുത്തത്. ആക്റ്റീവ 250 ഓൾമോസ്റ്റ് അവിടുത്തെ സെയിം സാധനം തന്നെയാണ്. ഇവിടെ 300 പകരം 250 ആണ്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ താമസിക്കുന്ന സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇപ്പോൾ ഇന്നത്തെ ദിവസം ചെറുതായിട്ട് ഇവിടെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഫുക്കറ്റ് വരുമ്പോഴത്തേക്കും എപ്പോഴും മഴ പ്രതീക്ഷിക്കണം. മഴയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ നല്ല അടിപൊളി വെതറാണ്, നല്ല ഗ്രീനറിയാണ്. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴത്തേക്കും കുടയും റെയിൻ കോട്ടും ഒക്കെ വാങ്ങിക്കണം. കുട വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ റെയിൻ കോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 19 ബാത്താണ്, 19 ബാത്തേ ഉള്ളൂ. നമ്മൾ ഈ ബൈക്ക് എടുക്കുന്നവിടെ ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് വാങ്ങിക്കേണ്ട 30 ബാത്താണ്. നമുക്ക് ഇവിടെ ഗ്രോസറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുന്നതിന് കുറച്ച് ചീപ്പ്. അങ്ങനെ ബഡ്ജറ്റ് നോക്കി വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്. അയ്യോ എനിക്ക് മറന്നേ. ഓക്കെ, കാരോൺ ഹില്ലാണ്. കാരോൺ എന്നിട്ടുള്ള സ്ഥലമാണ്, കാരോൺ ഹില്ലല്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും കാരോൺ എന്നുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി ഒരു കഫേയൊക്കെ ഉണ്ട്. കഫേയിൽ കയറി നമ്മളിങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നല്ല ഭയങ്കര ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്, ബീച്ച് വ്യൂ കാണുന്നുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ മലകളൊക്കെ കാണുന്നു, കുറച്ച് മൗണ്ടൻസ് ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. സോ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. കുറേ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. അപ്പം ഇവിടെ ഫുക്കറ്റിൽ വന്ന മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കടലും മൗണ്ടൻസും പിന്നെ കുറേ ഗ്രീനറിയൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ നാളെ ഫിഫി ഐലൻഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഈ കഫേൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ലുക്ക്, നമ്മൾ നാട്ടിലൊരുപാട് നമ്മൾ കടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. എന്തായാലും കടലൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാവുന്നത്. എനിവേസ് ഇതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്, വ്യൂ പോയിന്റ്. പൊളിയല്ലേ? നമ്മുടെ പയണം വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പത്തോങ്കിലാണല്ലോ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. പത്തോങ്കിൽ നമ്മൾ ബിഗ് ബുദ്ധ സ്റ്റാച്ചു കാണാൻ പോവുകയാണ്. ബിക്കോസ് ഇവിടുത്തെ ഏറ്റവും വലിയ, അതായത് ഫുക്കറ്റിലുള്ള ഏറ്റവും വലിയ ബിഗ് ബുദ്ധ സ്റ്റാച്ചു കാണാൻ പോകുന്നത്. പത്തോങ്ങിൽ നിന്ന് 21 കിലോമീറ്റേഴ്സ് ആണ്. ബൈക്കിലായതുകൊണ്ട് നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാം. വഴിക്ക് നിന്ന് എല്ലാം കണ്ടിട്ട് പോകാം. അതുകൊണ്ട് നമ്മൾ ബൈക്ക് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ മഴയൊക്കെ ഉള്ള സ്ഥിതിക്ക് കാർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാലും ബൈക്കിൽ മഴ കൊണ്ട് പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ പോവാം. പിന്നെ റെയിൻ കോട്ട് ഉണ്ടല്ലോ, പിന്നോണ്ട് പ്രശ്നമില്ല. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ റെയിൻ കോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിവേസ് ഇനി എവിടെയെങ്കിലും വഴിക്കുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പോയി വയനാട് ചുരം എത്താനായിരിക്കുകയാണ് ഗൈസ്. പിന്നല്ല, ശരിക്കും വയനാട് വാഗമൺ ആ ഒരു ഫീല് എന്താല്ലേ. പാലക്കാട് വിട്ടുപോയി, പാലക്കാട് പറയാൻ വിട്ടുപോയി. ഹായ് ആന, ഹായ് ആന. പേടിയായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഇവിടെ ഫുള്ള് ആനയാണല്ലോ. ആന സവാരി നോട്ട് ഇൻട്രസ്റ്റഡ്. ഇവ കുഞ്ഞൊരാന ഉണ്ട് കേട്ടോ. തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല. We are almost reached.
എത്ര വലുതാണെന്നറിയോ? ഞാൻ എങ്ങനെ അത് കാണിക്കാം വലുതാണെന്നുള്ളത്? ഞാൻ താഴെ നിന്ന് കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഫ്രീ എൻട്രിയാണ് നമുക്കുള്ളത്. ബട്ട് ഇതിനകത്ത് സെയിം നമ്മൾ പട്ടായ പോയപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ ഷോർട്സ് ഒന്നും യൂസ് ആക്കാൻ പറ്റത്തില്ല, സ്ലീവ്ലെസ്സും യൂസ് ആക്കാൻ പറ്റത്തില്ല. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് യൂസ് ആക്കേണ്ടത്. ഇതെൻ്റെ ബാക്കിലുണ്ടല്ലോ. ഇനി അത്രയും പടി ഞാൻ എങ്ങനെ കയറുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ ഞാൻ കയറി തീരും. അതുകൊണ്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം ബൈക്കിലൊക്കെ വന്നത് നടന്നൊന്നും അല്ല വന്നതെങ്കിലും ഈ സ്റ്റെപ്പ് കയറുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ ഇത്രയും തടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ കയറാനാ? പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് 6:30 AM to 6:30 PM ആണ് കേട്ടോ. 12 hours ഇതിൻ്റെ ഓപ്പണിംഗ്. ഇവിടെ നിന്ന് ഭയങ്കര അടിപൊളി വ്യൂസ് കാണും, പക്ഷേ ഫുള്ളി ഇപ്പോൾ മഞ്ഞൊക്കെ വീണിട്ട് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കല്. നമ്മുടെ ഈ സിറ്റിയില്ലേ, ഫുക്കറ്റ് സിറ്റി വ്യൂ കാണുന്നത് ഇവിടെ നിന്നാണെന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് ഇവിടെ വന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കാണാൻ വേണ്ടി ഞാൻ മകളുടെ കാര്യത്തിൽ ഇവിടെ ഫുള്ള് മഞ്ഞിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ വെല്ലുവിളികളെയും മറന്നുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പിൽ കയറാൻ പോകാമെന്ന്. എനിക്കറിയത്തില്ല, അത്യാവശ്യം സ്റ്റെപ്പുണ്ട്. ഇത് എണ്ണിട്ട് എനിക്ക് തീരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കയറി തീർക്കുമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പുകളായിട്ട് കയറുകയാണ്. എപ്പാ ഇതെന്താ സൗണ്ട് കേൾക്കുന്നത്? ചെരുപ്പൊക്കെ നനഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നത്. എത്തുന്നില്ലല്ലോ നടന്നിട്ട്. ഞാൻ ഓൾമോസ്റ്റ് മകളിൽ കയറിയിട്ടുണ്ട്. സോ അവിടെ കുറേ ക്രൗഡ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് പിടിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ആദ്യപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മണ്ടേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുക്കറ്റ് സിറ്റി കാണാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഇതാണ് അവസ്ഥ. ഫുക്കറ്റ് സിറ്റിയൊക്കെ കാണാം ഇത് പോയി കഴിഞ്ഞാൽ. ഇത്രയും മകളിൽ നിന്ന് എത്രയും പടി കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കയറാനുണ്ട്. പിന്നെ ഇതിനിടയിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു 148 ഫീറ്റ് ഉയരമുള്ളൊരു സ്റ്റാച്ചു ആണ്. അതായത് 45-48 മീറ്റർ എങ്ങാണ്ടോ ഉയരമുള്ളൊരു സ്റ്റാച്ചു ആണ്. പിന്നെ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് മാർബിൾ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മാർബിൾ കോട്ട് ചെയ്തിരിക്കുക, വൈറ്റ് മാർബിൾ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കാണിക്കയിടുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കാണിക്കുവഞ്ചുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ മാത്രം ഇതൊക്കെ ഉള്ളൂ, ഐ മീൻ ഇന്ത്യയിൽ മാത്രം ഇതൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു നമ്മുടെ മലേഷ്യയിലോ സിംഗപ്പൂരിലെങ്ങാണ്ടോ ഉള്ളതുപോലെ അല്ലേ? അവിടെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓടിച്ചു വിടാം. ആൾക്കാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നല്ല, അവർക്ക് ഡിസ്റ്റർബൻസ് ആവരുത് നമ്മൾ. ഇത് ആക്ച്വലി ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 12 വർഷം എടുത്തു. അതായത് 2004 ഇതിൻ്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതിനുശേഷം 2014 ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും 12 വർഷം ആയിട്ടുണ്ടാവുമല്ലോ. ഓഫ്കോഴ്സ് എടുത്തിട്ടുണ്ടാവും. ഇത്രയും മാർബിൾ ഓരോ ചെറിയ പോർഷൻ ആക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ടൊക്കെ ഇത് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇത് ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ലോക്കൊക്കെ ഇടുന്നത്. അതുപോലെ ഇത് നോട്ട്സ് എഴുതി ഇടുന്നൊരു സംഭവമാണ്. നോട്ട്സും അവരുടെ വിഷും കാര്യങ്ങളൊക്കെ. ഇത് കുറേ ആൾക്കാർ അവരുടെ പേരും കാര്യങ്ങളും അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരൊക്കെ ചേർത്ത് എഴുതുന്നുണ്ട്. ചില ആൾക്കാർ നോട്ട്സ് എഴുതി വെക്കുന്നുണ്ട്, ചില ആൾക്കാർ വിഷ് എഴുതി വെക്കുന്നുണ്ട്. രസമുണ്ട്, സംതിങ് ഡിഫറെൻറ്റ്. ദുബായിലൊരു സ്ഥലമുണ്ട്. ദുബായിൽ ഇതുപോലെ ഒരു പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട്. പ്രോമിസ് ബ്രിഡ്ജിൽ ഇതുപോലെ ലോക്കാണ് ഉണ്ടാവുന്നത്. പിന്നെ ജോർജിയ പോയ സമയത്തും ഇതുപോലെ ഒരു സ്ഥലമുണ്ട്.
അവിടെ ഇതുപോലെ ലോക്ക് ഇങ്ങനെ ഇട്ടിട്ട്. പക്ഷേ ഇവിടെ വേറെ ഇത് എനിക്ക് തോന്നുന്നു രാജാണല്ലേ, അല്ലെങ്കിൽ കോപ്പർ എന്തോ ആണ്. 2023 ആരോ എഴുതിയിട്ട് പോയതാണ്. എനിവേസ് ചെറുതായിട്ട് മഴ, ചെറുതായിട്ട് മഞ്ഞ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഒരു ദിവസം എന്തായാലും ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാൻ രസമുണ്ട്. അല്ല വേറെ എവിടേക്കെങ്കിലും നമ്മൾ വരുന്ന വഴിയിൽ കുറേ എലിഫൻറ്റ് റൈഡും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ടൈഗറിൻ്റെ എന്തായിരുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആക്ച്വലി പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കുറച്ച് പേടി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് ആനയൊക്കെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. സോ ഇതിൻ്റെ എൻഡാണ് കേട്ടോ നമ്മൾ ഈ സ്ഥലം. ഇത് ഭയങ്കര എൻഡിലുള്ളതാണ്, അത്ര ടോപ്പാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ ഞാൻ ഇതൊക്കെ ആരോടാണ് പറയുന്നത്, തായ്ലൻഡിലൊക്കെ വരാണ്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സംഭവമാണ് തായ്ലൻഡിൽ ഞാൻ വരുന്നതെന്നുള്ളത്. എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും വരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുറിച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കുറിച്ച് വെക്കുക. എന്തെങ്കിലും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചെയ്താൽ മതിയല്ലോ. നേരത്തെ നമ്മൾ കണ്ടൊരു സംഭവമല്ലേ നോട്ട്സ്, ഇത് ഇവരുടെ മരത്തിലും മട്ടയിലും എല്ലായിടത്തും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നോക്കിക്കേ, ഇതിൻ്റെ വണ്ടിയിലൊക്കെ കയറിയിട്ട് കിട്ടുന്നു. മോനെ ഏകദേശം മഞ്ഞൊക്കെ മാറിയിട്ട് ഒരു സൂപ്പർ വ്യൂ ഇട്ടിട്ടുണ്ട് ഗായ്സ്. പക്ഷെ എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്ന ആ ഒരു സീനും ഇപ്പോൾ ഉള്ള സീനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഇത് വേറെ സൈഡാണ് കേട്ടോ, നമ്മൾ വന്ന വഴിയല്ല, കയറിയ സൈഡല്ല, ഇത് വേറെ ബാക്ക് സൈഡിലത്തെ വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ താഴെ വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം പോലെ, ക്ഷേത്രമല്ല, ഇവിടെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള പുരോഹിതരല്ലേ, പ്രീസ്റ്റ്, അവരിവിടെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്താണ്. കാരണം നമ്മളിതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിച്ച് കണ്ടും പഠിച്ചും വന്നിട്ടുള്ള ആൾക്കാരല്ലേ. സോ അതുകൊണ്ട് ഇതാരാണെന്ന് മാറിത്തരും കാണാൻ വിചാരിച്ചു. നമ്മൾ ഓൾമോസ്റ്റ് താഴോട്ട് ഇറങ്ങിയിട്ടോ. താഴെ ഇറങ്ങിയപ്പോഴത്തേക്കുള്ള ഒരു കാഴ്ചയാണ് ഇത്. ഓ ഡൊണേഷൻ, ഓക്കെ. എല്ലാ ഉടായ്പ ഉണ്ടല്ലോ ഇവിടെ. ലുക്ക്, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വിഷ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഇത് 32 ഇതുപോലത്തെ ബോൾസ് ഉണ്ട്. ആ ബോൾസിൽ നമുക്ക് കോയിൻസ് ഇടാം. ഇവിടെ ഡൊണേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവർ കുറച്ച് കോയിൻസ് നമുക്ക് തരും. ഏകദേശം 32 കോയിൻസ് നമുക്ക് തരും. അത് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും വിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ 30 സംതിങ് ഓർഗൻസ് ഉണ്ട്. അത് ഞാൻ അവിടെ വായിച്ചത് വിട്ടുപോയി. ആ ഓർഗൻസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഇവരിൽ പെട്ട ഒരു വിശ്വാസമാണ്, ഈ മതക്കാരിൽ പെട്ടൊരു വിശ്വാസത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും കൊള്ളാം, ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് കുറച്ച് റംബൂട്ടാൻ കണ്ട്. ഞാൻ ഇച്ചുപോലെ റംബൂട്ടാൻ പ്രാന്തി ആയതുകൊണ്ട് ഞാൻ 40 ബാത്ത് നിന്നപ്പോൾ കമന്നടിച്ച് വീണ് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. 40 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി 90 രൂപയാണ് കേട്ടോ, 90 രൂപ. അപ്പം എനിക്ക് തൊണ്ടയ്ക്ക് വയ്യ ഗൈസ്, തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. ടാ ബൈ ബൈ.